ഉടഞ്ഞുപോയ ഒരു പാത്രത്തെ കുശവൻ വീണ്ടും തൻ്റെ കരങ്ങളിലെടുത്ത് അതിനെ മറ്റൊരു പാനപാത്രമാക്കി പണിയുന്നത് പോലെ നിങ്ങളെ പണിയുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് പകലിലും ഒരു പ്രതീക്ഷയുമില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന് വലിയ പ്രതീക്ഷയുണ്ട്. അവൻ നിങ്ങളെ പണിയുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം വ്യക്തികളെ പണിയും, കുടുംബത്തെ പണിയും, രാഷ്ട്രത്തെ പണിയും. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങൾ സമർപ്പിക്കപ്പെടുന്നുവെങ്കിൽ, ദൈവത്തിന് നിങ്ങൾ മുൻസ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ, ദൈവം നിങ്ങളുടെ കുടുംബത്തെ പണിയുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ പിന്മാറ്റം അതെത്ര വലുതായിരുന്നാലും അവൻ നിങ്ങളുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ നിങ്ങളെ വീണ്ടും മടക്കി വരുത്തുന്ന ദൈവമാണ്. ദൈവത്തിന് സകലവും സാധ്യം. അതെ, അവൻ്റെ കരുണ വറ്റിപ്പോയിട്ടില്ല. അവൻ നിലവിളിയെ മറികടന്നു പോകുന്ന ദൈവമല്ല. ദൈവത്തിന് നമ്മോട് കരുണ തോന്നുകയാണ്. ദൈവത്തിന് നമ്മോട് സ്നേഹം തോന്നുകയാണ്. നമ്മുടെ ഗുണം ഒന്നുമല്ല, അത് ദൈവത്തിന് നമ്മോട് തോന്നിയ കരുണയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം കരുണ നിറഞ്ഞവനും കൃപ നിറഞ്ഞവനുമാണ്. നിങ്ങളെ പണിയുവാൻ, നിങ്ങളെ ഒരു മാനപാത്രമാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് പകലൊരു തീരുമാനമെടുക്കണം. യേശുവേ, ഇനി എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അങ്ങയ്ക്ക് വേണ്ടിയാണ്, അങ്ങയോടൊപ്പമാണ്. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ സമ്പൂർണ്ണമായി നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. അങ്ങനെ നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ കുശവൻ്റെ കയ്യിലേക്ക് വീണ്ടും നിങ്ങളെ തന്നെ, നിങ്ങളെത്ര തകർന്ന അവസ്ഥയിലാണെങ്കിലും ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, ഇനി ഒരിക്കലും നീ ഉയരില്ലെന്ന് പറയുന്ന ഇടത്തും ഒന്നേൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, അവൻ ഭയങ്കരവും അതിശയകരവുമായി നിന്നെ വീണ്ടും നിർമ്മിക്കുന്ന ദൈവമാണ്. ഇന്നത്തെ അവസ്ഥകളെ മറക്കുമാറാക്കുന്ന ദൈവമാണ്. ശൂന്യതകളെ പണിയുന്ന ദൈവമാണ്. യോസേഫിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിലെ കഷ്ടതകളെ മറക്കുമാറാക്കിയ ദൈവം, വേദനകളെ മറക്കുമാറാക്കിയ ദൈവം നിൻ്റെ ജീവിതത്തിലും പുതിയ ചില ആരംഭങ്ങളെ കുറിക്കുന്നവൻ, പുതിയ ചില അധ്യായങ്ങളെ തുറക്കുന്നവൻ. അതെ, നിന്നെ ഇന്ന് പകൽ പണിയുന്ന ദൈവം, വ്യക്തികളെ, കുടുംബങ്ങളെ, രാഷ്ട്രത്തെ പണിയുന്ന ദൈവം, അവൻ മതിയായ ദൈവം. അവനൊപ്പം പറയാൻ മറ്റൊരാളുമില്ല. അവന് തുല്യമായി ആരും തന്നെ ഈ ഭൂമിയിലില്ല. അവൻ ഇന്ന് പകൽ നിന്റെ ഹൃദയ കവാടത്തിൽ നിന്ന് മുട്ടുകയാണ്. ദൈവത്തോട് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ പ്രതികരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.